ഓപ്ര വിൻഫ്രി. ഈ പേര് കേൾക്കാത്തവരുണ്ടാവില്ല. പക്ഷേ എങ്ങനെയാണ് അവർ ഇത്രയും വലിയ വിജയങ്ങൾ നേടിയെടുത്തത്? വെറുതെ കഠിനാധ്വാനം കൊണ്ടാണോ? അല്ല, അതിനപ്പുറം ഒരു വലിയ രഹസ്യമുണ്ട്. അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു തത്വം. ഓപ്രയുടെ തന്നെ വാക്കുകളിലൂടെ നമുക്ക് ആ തത്വത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങൾക്കായി ഒരു വലിയ സ്വപ്നം കാത്തിരിക്കുന്നു. നിങ്ങൾ അതിലേക്ക് കാലെടുത്തു വയ്ക്കാൻ വേണ്ടി മാത്രം. ഈ വാക്കുകൾക്ക് എന്തൊരു ശക്തിയാണല്ലേ! നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലിയൊരു സാധ്യത നമുക്ക് മുന്നിലുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടു പോകാം. അപ്പോൾ ഓപ്രയുടെ ഈ വലിയ തത്വത്തെ നമുക്ക് 4 പ്രധാന ഭാഗങ്ങളായിട്ടാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ഉദ്ദേശ്യത്തിന്റെ ശക്തി, പിന്നെ നമ്മുടെ സ്വപ്നത്തിലേക്ക് എങ്ങനെ ചായണമെന്നതിനെപ്പറ്റി. അത് കഴിഞ്ഞ് നമ്മുടെ സ്വന്തം ഇടം എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കും. അവസാനം ആ കയറ്റം തന്നെയാണ് സ്വപ്നമെന്ന ആശയത്തെപ്പറ്റിയും സംസാരിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റാൻ സഹായിക്കും. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഉദ്ദേശ്യത്തിന്റെ ശക്തി. കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നാം, പക്ഷേ എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്നാണ്. ഒരൊറ്റ ചിന്ത, അത് നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും ഫലത്തെ എങ്ങനെയാണ് തലകീഴായി മറിക്കുന്നത്. ഓപ്രയുടെ ജീവിതത്തിലെ ആ ഒരു നിർണായക തിരിച്ചറിവിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ എന്നാണ് ഈ ഉദ്ദേശ്യമെന്ന് ഓപ്ര പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്? ഗാരി സുക്കാവിൻ്റെ സീറ്റ് ഓഫ് ദ സോൾ എന്നൊരു പുസ്തകം വായിച്ചതിൽ നിന്നാണ് അവർക്ക് ഈയൊരു വലിയ തിരിച്ചറിവ് കിട്ടുന്നത്. സംഭവം വളരെ ലളിതമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലല്ല കാര്യം, മറിച്ച് എന്തിനു വേണ്ടി അത് ചെയ്യുന്നു എന്നതിലാണ്. ആ ലക്ഷ്യം, അതാണ് എല്ലാത്തിൻ്റെയും ഫലം തീരുമാനിക്കുന്നത്. ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ ഓപ്ര തന്നെ പറഞ്ഞ 2 ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആളുകൾ കാണട്ടെ എന്ന് വിചാരിച്ച് പള്ളിയിൽ പണം കൊടുക്കുന്നത്. മറ്റൊന്ന് ശരിക്കും സഹായിക്കണമെന്ന നല്ല മനസ്സോടെ കൊടുക്കുന്നതും. രണ്ടും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമില്ലേ? അതുപോലെ തന്നെ വെറും റേറ്റിംഗ് മാത്രം നോക്കിയൊരു TV ഷോ ചെയ്യുന്നതും ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നതും, ആ ഉദ്ദേശം മാറുമ്പം ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ എനർജി തന്നെ മൊത്തത്തിൽ മാറും. അപ്പോൾ ഈയൊരു തിരിച്ചറിവ് ഓപ്രയുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവരൊരു തീരുമാനമെടുത്തു. ഇന്നു മുതൽ ഞാൻ ഉദ്ദേശ്യശുദ്ധിയുള്ള ടെലിവിഷൻ പരിപാടികൾ മാത്രമേ ചെയ്യൂ. ആ ഒരൊറ്റ തീരുമാനം ഒരു സാധാരണ ടോക്ക് ഷോയെ ലോകത്തെ മാറ്റിമറിച്ച ഒന്നാക്കി മാറ്റി. അപ്പോൾ ഇത് വെറുതെ പറയുന്നൊരു തിയറിയല്ല, ജീവിതത്തിൽ പ്രയോഗിച്ച് വിജയിച്ച ഒരു തന്ത്രം തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഓരോ പ്രവൃത്തിക്കും പിന്നിൽ ഒരു നല്ല ഉദ്ദേശ്യം വേണമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം, നമ്മുടെ ജീവിതത്തിലെ ആ വലിയ സ്വപ്നം, അതിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അതിനെക്കുറിച്ചാണ് ഓപ്രയുടെ 2ാമത്തെ ആശയം. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, എന്റെ സ്വപ്നം എന്താ, അല്ലേ? പക്ഷേ ഓപ്ര പറയുന്നത് ഈ ചോദ്യമൊന്ന് തിരിച്ചിടാനാണ്. പ്രപഞ്ചത്തോട് ചോദിക്കാൻ, എനിക്ക് വേണ്ടിയുള്ള നിന്റെ സ്വപ്നം എന്താണെന്ന്. ഇതൊരു ചെറിയ മാറ്റമല്ല. നമ്മുടെ ഈഗോയെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മളെക്കാൾ വലിയൊരു ശക്തിക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന പോലെയാണിത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളൊരു വലിയ യൂണിവേഴ്സൽ പ്ലാനിൻ്റെ ഭാഗമാവുകയാണ്. സ്നേഹത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒരു ഒഴുക്കിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല പൊരുതുന്നത്. പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ഭയങ്കര ധൈര്യം കിട്ടും. ആ ഒരു ഫ്ലോയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി, നമ്മൾ പ്രപഞ്ചത്തിന്റെ സ്വപ്നത്തിന് നമ്മളെ വിട്ടുകൊടുക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരിടമുണ്ട്. അതാണ് നമ്മുടെ യഥാർത്ഥ ശക്തിയുടെ ഉറവിടം. ആ ഇടം ഏതാണ്? അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഇതാണ് ഓപ്രയുടെ 3ാമത്തെ പോയിന്റ്. ഈയൊരു ആശയം ഓപ്രയ്ക്ക് കിട്ടുന്നത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലൊന്നായ ദ വിസാർഡ് ഓഫ് ഓസ് കണ്ടിട്ടാണ്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടേതല്ലാത്ത ഒരിടത്തും നിങ്ങൾക്ക് ഒരു ശക്തിയുമില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലും അവരുടെ കാര്യങ്ങളിലും ഇടപെടാൻ പോയാൽ നമ്മുടെ എനർജി വെറുതെ പോകുമെന്നല്ലാതെ ഒരു കാര്യവുമില്ല. ആ സിനിമയിലെ ദുർമന്ത്രവാദിനിയുടെ കാര്യം ഓർത്താൽ മതി. അവർക്ക് ഡൊറോത്തിയുടെ ചെരുപ്പ് വേണമായിരുന്നു. പക്ഷേ ഡൊറോത്തിയുടെ ലോകത്ത് അവർക്ക് ഒരു പവറും ഉണ്ടായിരുന്നില്ല. അതുപോലെയാണ് നമ്മളും. നമ്മുടെ ശ്രദ്ധ മറ്റൊരാളുടെ ജീവിതത്തിലാണെങ്കിൽ നമ്മുടെ ശക്തി മുഴുവൻ ചോർന്നു പോകും. എന്നാൽ എപ്പോഴാണോ നമ്മൾ ആ ശ്രദ്ധ തിരിച്ച് നമ്മുടെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മുടെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താൻ നോക്കുന്നത്, അപ്പോഴാണ് ശരിക്കുള്ള അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ കുറേ തത്വങ്ങളൊക്കെ പഠിച്ചു. പക്ഷെ ശരിക്കും ജീവിതത്തിൽ വലിയൊരു പ്രശ്നം വരുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക? അതിനുള്ള ഏറ്റവും നല്ല ഉത്തരം ഓപ്രയുടെ സ്വന്തം ജീവിതം തന്നെയാണ്. അവരുടെ ലോകപ്രശസ്തമായ ടോക്ക് ഷോ നിർത്തിയതിനു ശേഷം അവർ നേരിട്ട ആ വലിയ പോരാട്ടത്തിന്റെ കഥയിലൂടെ നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാം. ഓൺ നെറ്റ്വർക്ക്, അതായിരുന്നു ഓപ്രയുടെ പുതിയ സ്വപ്നം. ഉദ്ദേശമൊക്കെ നല്ലതായിരുന്നു. പക്ഷെ കാര്യങ്ങൾ വിചാരിച്ച പോലെയല്ല പോയത്. പ്രേക്ഷകർ വന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ. ഓപ്ര ഒരു പരാജയമാണെന്ന് ലോകം മുഴുവൻ പറയാൻ തുടങ്ങി.
ആ ഒരു കഠിനമായ പോരാട്ടത്തിനിടയിലാണ് അവർ തന്റെ സ്വപ്നത്തെ വീണ്ടും കണ്ടുപിടിച്ചത്. സുഹൃത്തുക്കളുടെ സഹായം തേടി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ആ ലക്ഷ്യസ്ഥാനം മാത്രമല്ല, അങ്ങോട്ടേക്കുള്ള ആ കഠിനമായ യാത്ര, ആ കയറ്റം, അതുതന്നെയായിരുന്നു യഥാർത്ഥ സ്വപ്നമെന്ന്. ആ കഷ്ടപ്പാടിന്റെ സമയത്ത് അവർക്ക് കരുത്തു പകർന്നത് ബൈബിളിലെ ഈയൊരു വാക്യമായിരുന്നു: സമ്പത്തിൽ ആശ്രയിക്കുന്നവർ വീണുപോകും, എന്നാൽ നീതിമാന്മാർ ഒരു പച്ചില പോലെ തഴച്ചു വളരും. അവരുടെ പോരാട്ടങ്ങൾക്ക് വിശ്വാസത്തിന്റെയും അതിജീവനത്തിന്റെയും ഒരു പുതിയ മാനം നൽകി ഈ വാക്കുകൾ. അപ്പോൾ ഓപ്രയുടെ ഈ ജീവിതയാത്ര അവസാനം നമ്മളെ ഓരോരുത്തരെയും കൊണ്ടെത്തിക്കുന്നത് ഒരൊറ്റ ചോദ്യത്തിലേക്കാണ്. അവർ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെയാണ് ചെറുക്കുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. ഒരുപക്ഷേ നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന, ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു കയറ്റം അതുതന്നെ ആയിരിക്കാം നിങ്ങളുടെ യഥാർത്ഥ സ്വപ്നം. ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു.